ഒന്നുമില്ല സേതുട്ടാ. നീ ഫോണെന്തിനാ ഒളിപ്പിച്ചത്? ആ ഫോണിങ് ഒന്നുമില്ല സേതുട്ടാ, കിടന്നോ. ആ ഫോണിങ് എന്ന് നോക്കട്ടെ. നീ എന്തിനാ നോക്കുന്നത്? ഫോണിങ് എന്താ സേതുട്ടാ ഇത്? ഭാനു തന്നെയാണോ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഹങ്കാരം ഞാൻ സേതുട്ടാ, സേതുട്ടാ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്താ ചെയ്യുമോ നീ കണ്ടോ? സേതുട്ടാ, ഇങ്ങോട്ട് വരെ. സേതുട്ടാ ഇതെന്താടി നോക്കിയേ? നോക്കിയേ, ഇതെന്താടി കാണുന്നത്? ഇതെന്താന്ന്? ചോദിച്ചിട്ടില്ലേ? സേതുട്ടാ അത് അഹങ്കാരം കുടിക്കും. ഞാൻ പറയുന്നുണ്ട് കേക്ക്. നിനക്ക് ഇത്രക്ക് ധൈര്യോ? ഇനി അവളെ തല്ലരുത്. നീ ഞങ്ങളെല്ലാം വിട്ടിലാക്കുമായിരുന്നില്ല. വിചാരിക്കുന്നതല്ല, നമ്മളെ നാണം കെട്ടാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്താ എന്താ സേതുട്ടാ? നോക്ക്, ഇവിടെ ഒരുമട്ടവനോട് കുടിച്ച് കൂത്താടുന്ന വീഡിയോ ഇത് കാണും. നിനക്ക് എല്ലാവരും കണ്ണ് നിറയെ അങ്ങോട്ട് കാണും. നമ്മളെല്ലാരും കൊഞ്ചിച്ചിൽ ലാളിച്ച് വളർത്തിയ ഭാനുന്റെ ശരിക്കുള്ള മുഖം കാണും. ഇതിവിടെ ഇന്ന് ഇന്നലെ തുടങ്ങിയാലും ഈ വീഡിയോ കണ്ടാലേ അറിയാം. സേതുട്ടൻ വെറുതെ ഇവിടെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഞാൻ എന്താ ഇവളെ കുറിച്ച് വിചാരിക്കേണ്ടത്? നീ എന്താ ഇവിടെ ന്യായീകരിക്കാനുള്ള പുറപ്പെടണോ? സേതുട്ടൻ വിചാരിക്കുന്ന പോലെ ഭാനു മദ്യപിച്ചു പോകുന്ന വീഡിയോ അല്ല ഇത്. പിന്നെ ഇവൾക്ക് ഫുഡ് പോയ്സൺ ആയതാ. അന്ന് ജയേഷ ഇവളെ രക്ഷിച്ചത്. എന്താ ഭാവന, ഇത് പുതിയ അറിവാണല്ലോ. സത്യമാണ് മയച്ചി. സേതുവേട്ടൻ അറിഞ്ഞാൽ ഇങ്ങനൊരു സീൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്. ഇനിയിപ്പോ പറയണ്ടല്ലോ സൂര്യ, അറിയേണ്ടവരെല്ലാവരും അറിഞ്ഞല്ലോ. ആരും അറിയില്ല സേതുവേട്ട. ഈ വീഡിയോ വന്ന സൈറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട്. ഭരത് അതിനു വേണ്ടിയാ പോയിരിക്കുന്നത്. അപ്പൊ എല്ലാരും നേരത്തെ അറിഞ്ഞിട്ടാണ് ഇത്. ഞാൻ മാത്രം ഒരു വിട്ടി. നിന്നോട് എന്തുകൊണ്ടാണ് പറയാത്തെന്ന് ഇപ്പൊ നീ തന്നെ തെളിയിക്കുന്നില്ലേ? പിന്നെ ഞാനെന്താ വേണ്ടത്? ഇത് കണ്ടിട്ട് കണ്ണുമുടി ഉണ്ടായിരിക്കണം. ഇവൾക്ക് സംഭവിച്ചൊന്നും ആരോട് മറന്നിട്ടില്ലല്ലോ. ഭാവനെ സൂര്യ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തോളം നിൽക്കുമായിരുന്നല്ലേ? സേതുവേട്ടാ, ഏട്ടൻ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഭാനുവിന്റെയും ജയേഷിന്റെയും വിവാഹം നമ്മൾ തീരുമാനിച്ചു തന്നെ ഇത്തരം ചില കാരണങ്ങള് ഇവർക്ക് പിന്നിലുള്ളത് കൊണ്ടാ.